നമസ്കാരം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തിയായ അമേരിക്കയുടെ നാവിക മേധാവിത്വത്തിന്റെ പ്രതീകമാണ് USS ജെറാൾഡ് ആർ ഫോർഡ്. $13 ബില്യൺ ചെലവിൽ നിർമ്മിച്ച ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഭീമൻ വിമാനവാഹിനി കപ്പൽ ആധുനിക യുദ്ധതന്ത്രങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും വിസ്മയമാണ്. എന്നാൽ ഈ വമ്പൻ കപ്പലിനെ അടുത്തിടെ പിടിച്ചുലിച്ചത് ശത്രുക്കളുടെ മിസൈലുകളല്ല, മറിച്ച് കപ്പലിനുള്ളിലുള്ള ഒരു ലോണ്ടറി മുറിയിലുണ്ടായ അപ്രതീക്ഷിതമായ തീപിടുത്തമാണ്. മാർച്ച് പകുതിയോടെ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ ഇറാനെ ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചുകൊണ്ടിരിക്കെയാണ് ജെറാൾഡ് ഫോർഡിൽ അപകടമുണ്ടാകുന്നത്. കപ്പലിന്റെ അലക്കുശാലയായ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ആളിപ്പടർന്ന തീ അണയ്ക്കുവാൻ ജീവനക്കാർക്ക് 30 മണിക്കൂറുകളോളം പൊരുതേണ്ടി വന്നു. ഈ അപകടം കപ്പലിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. 600ഓളം നാവികർക്ക് തങ്ങളുടെ വിശ്രമ മുറികൾ താൽക്കാലികമായി ഉപേക്ഷിക്കേണ്ടി വന്നു. അലക്കുശാല പ്രവർത്തനരഹിതമായതോടെ നാവികർക്ക് തുണി അലക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ നേരിട്ടു. എന്നാൽ ഇത്തരം വലിയൊരു വെല്ലുവിളികൾക്കിടയിലും ആർക്കും പരിക്കേൽക്കാതെ ദൗത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് സൈന്യത്തിന്റെ അച്ചടക്കത്തെയാണ് കാണിച്ചു തരുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ഒരു US യുദ്ധവിമാന കപ്പൽ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ വിന്യാസം എന്ന ചരിത്ര റെക്കോർഡ് ഈ ആഴ്ച ജെറാൾഡ് ഫോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക വീര്യത്തിന്റെ നട്ടലായ ഈ കപ്പൽ പ്രവർത്തിക്കുന്നുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുവാനുള്ള നീക്കം മുതൽ ഇറാൻ യുദ്ധത്തിലെ തന്ത്രപ്രധാനമായ ആക്രമണങ്ങൾ വരെ ഫോർഡിന്റെ കരുത്തിലാണ് ആസൂത്രണം ചെയ്തത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയുടെ സാന്നിധ്യം ഉറപ്പിക്കുവാൻ ഈ കപ്പലിന് സാധിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മറ്റ് 11 ആണവ കപ്പലുകളെക്കാളും ബഹുദൂരം മുന്നിലാണ് ഫോർഡ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇലക്ട്രോണിക് കാറ്റപ്പൾട്ടാണ്. പരമ്പരാഗത കപ്പലുകൾ നീരാവി ഉപയോഗിച്ചാണ് വിമാനങ്ങളെ വിക്ഷേപിക്കുന്നതെങ്കിൽ ഫോർഡ് കാന്തിക ശക്തിയാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഇത് വിമാനങ്ങളുടെ യന്ത്രഭാഗങ്ങൾക്കുണ്ടാകുന്ന ആഘാതം കുറയ്ക്കുകയും കൂടുതൽ വേഗത്തിൽ വിമാനങ്ങളെ ആകാശത്തെത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. റഡാറുകളിൽ പെടാതിരിക്കുവാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഈ കപ്പലിനെ ഒരു അദൃശ്യ പോരാളിയാക്കുന്നുണ്ട്. 90ലധികം യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒരേ സമയം വഹിക്കുവാൻ ഈ കപ്പലിന് ശേഷിയുണ്ട്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ F-35C ലൈറ്റ്നിംഗ് II വിമാനങ്ങൾ ഇതിന്റെ ഡക്കിലുണ്ട്. ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് ബോംബുകൾ വർഷിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. കൂടാതെ ഇലക്ട്രോണിക് യുദ്ധങ്ങൾക്കായി EA-80G ഗൗളറുകളും അന്തർവാഹിനികളെ തകർക്കുവാൻ ശേഷിയുള്ള സിക്കോയ് ഹെലികോപ്റ്ററുകളും ഈ കപ്പലിനെ ഒരു ചലിക്കുന്ന സൈനിക താവളമാക്കി മാറ്റുന്നുണ്ട്. എങ്കിലും അതിനൂതനമായ ഈ കപ്പലിനും പരിമിതികളുണ്ട്. തുടർച്ചയായ കടൽ യാത്ര യന്ത്രങ്ങളെ തളർത്തി തുടങ്ങിയിരിക്കുന്നു. കപ്പലിലെ ടോയ്ലറ്റ് സംവിധാനങ്ങളെ തകരാർ പരിഹരിക്കുവാൻ ദൗത്യത്തിനിടയിൽ പലതവണ കപ്പൽ നിർത്തേണ്ടി വന്നു. ഉപ്പുവെള്ളം കയറി ഷിപ്പ് ബോട്ടുകൾ സംവിധാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ കടുത്ത ജോലി ഭാരം കാരണം പൈലറ്റുമാരും മെക്കാനിക്കുകളും മാനസിക സമ്മർദ്ദത്തിലാണ്. ഈ സമ്മർദ്ദം കുറയ്ക്കുവാൻ നാവികസേന വലിയ തുക ബോണസ് നൽകുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെ ആശ്വാസം മറ്റൊന്നാണ്. സേജ് എന്ന ലാബ്രഡോർ റിട്രീവർ നായ. കപ്പലിലെ നാവികർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സേജ്. 2023 ഈ കപ്പലിൽ ഒരു തെറാപ്പി ഡോഗ് എന്ന സേവനമനുഷ്ഠിക്കുന്ന സേജിന് ക്യാപ്റ്റൻ പദവിയാണ് ഉള്ളത്. മാസങ്ങളായി കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്ന നാവികരുടെ മാനസിക ഉത്കണ്ഠ കുറയ്ക്കുവാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവനാണ് ഈ നായ. സ്വന്തമായി മെഡിക്കൽ കിറ്റും സുരക്ഷാ ഉപകരണങ്ങൾക്കുമുള്ള സേജ് കപ്പലിലെ ഓരോ നാവികർക്കും ഉറ്റ സുഹൃത്തുക്കളാണ്. അത്യാധുനിക ആയുധങ്ങളും മാനുഷികമായ വെല്ലുവിളികളും ഒരുപോലെ നിറഞ്ഞതാണ് US ജെറാൾഡ് ആർ ഫോർഡിന്റെ യാത്ര. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ അതിന്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കി മെയ് മാസത്തിൽ മാതൃരാജ്യത്തിലേക്ക് തിരികെ മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. സമുദ്രത്തിലെ ഈ ഭീമന്റെ ഓരോ നീക്കവും ലോകത്തെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ്. തത്വമൈ ന്യൂസ്.